ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്ലോസ്ഡ് ഗ്രാഫ് തിയറം കണ്ടു. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. അത് പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് വി കൺസിഡർ എ ക്രൈറ്റീരിയൻ ഫോർ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ. Criterion for closed linear operator theorem. Let T from domain of T subset of x to y be a linear operator where x and y are normal spaces. Then T is closed if and only if it has the following property. If xn converges to x, xn belongs to domain of T, and txn converges to y, then x element of domain of T and y equal to tx. T എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിൽ നിന്നും വൈയിലേക്കുള്ള ഒരു ലീനിയർ ഓപ്പറേറ്ററാണ് ടി എന്ന് പറയുന്നത്. എക്സും വൈയും നോർമൽ സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. ദെൻ ടി ഈസ് ക്ലോസ്ഡ് ഇഫ് ആൻഡ് ഓൺലി ഇറ്റ് ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി എന്നാണ് പറയുക. ഇഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ്, എക്സ് എൻ ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി, ആൻഡ് ടി എക്സ് എൻ കൺവേർജസ് ടു വൈ. ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലും വൈ എന്ന് പറയുന്നത് ടി എക്സും ആയിരിക്കണം. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. ടി ക്ലോസ്ഡ് ആകണമെന്നുണ്ടെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് ടി എക്സ് എൻ കൺവേർജസ് ടു വൈ, ദെൻ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടായിരിക്കണം. വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഇമേജ് ആയിരിക്കണം, ടി എക്സ് ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ടി ക്ലോസ്ഡ് ആണ്. തിരിച്ച് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ടി ക്ലോസ്ഡ് ആണ്. ഇതേപോലെ തന്നെ ടി ക്ലോസ്ഡ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇതാണ് ക്രൈറ്റീരിയൻ ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, സോ പ്രൂഫിലേക്ക് പോവാം. ഫസ്റ്റ് സപ്പോസ് ടി ഈസ് ക്ലോസ്ഡ് and let xn converges to x where xn belongs to domain of t and txn converges to y. We assume this part. അപ്പോൾ നമുക്ക് കാണിക്കുന്നത് എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്ന് കാണിക്കണം, y ഈക്വൽ ടു ടി എക്സ് എന്ന് കാണിക്കണം. ഓക്കെ, സിൻസ് ടി ഈസ് ക്ലോസ്ഡ്, ടി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ബൈ ഡെഫിനിഷൻ ഓഫ് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ഗ്രാഫ് ഓഫ് ടി ക്ലോസ്ഡ് ആണ്. ദറ്റ് ഈസ് ഗ്രാഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഗ്രാഫ് ഓഫ് ടി ക്ലോഷർ. ഓക്കെ, ഗ്രാഫ് ഓഫ് ടി ഈക്വൽ ടു ഗ്രാഫ് ഓഫ് ടി ക്ലോഷർ. നമുക്ക് കാണിക്കേണ്ടത് കൺസിഡർ ദ സീക്വൻസ് എക്സ് എൻ ടി എക്സ് എൻ ഇൻ ഗ്രാഫ് ഓഫ് ടി. എക്സ് എൻ എന്ന് പറയുന്ന ഓൾറെഡി ഡൊമൈൻ ഓഫ് ടി എലമെൻ്റ് ആണ്. സോ എക്സ് എൻ ടി എക്സ് എൻ, ക്ലിയർലി എക്സ് എൻ ടി എക്സ് എൻ ഈസ് എ സീക്വൻസ് ഇൻ ഗ്രാഫ് ഓഫ് ടി. സോ ക്ലിയർലി എക്സ് എൻ ടി എക്സ് എൻ converges to, by your assumption xn converges to x and txn converges to y, therefore xn txn converges to x comma y. That belongs to graph of t closure. Okay, so graph of t closure, by your assumption graph of t is closed, graph of t closure equal to graph of t. So we get xy belongs to graph of t. Ordered pair xy belongs to graph of t. Therefore that implies x belongs to domain of t and y equal to tx. എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ടിയിലുണ്ടെങ്കിൽ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണ്, വൈ എന്ന് പറയുന്നത് ടി എക്സ് ആണ്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടി, എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ടി എക്സ്. സോ സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇത് അസ്യൂം ചെയ്യുക, ടി ക്ലോസ്ഡ് ആണ് പ്രൂവ് ചെയ്യുക. കോൺവേഴ്സ്ലി കൺസിഡർ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് ടി എക്സ് എൻ കൺവേർജസ് ടു വൈ വെർ എക്സ് എൻ ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി, ദെൻ എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ടി എക്സ്. സെക്കൻഡ് പാർട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് കാണിക്കണം? ടി ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. ഓക്കെ, സോ ടു പ്രൂവ് ടി ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഓഫ് ടി ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചാൽ മതി. That is to prove graph of t closure equal to graph of t. So clearly graph of t subset of graph of t closure. തിരിച്ചു കാണിച്ചാൽ മതി, graph of t closure subset of graph of t ആണെന്ന് കാണിച്ചാൽ മതി. So let an element x comma y belongs to ordered pair xy belongs to graph of t closure. Graph of t closure element ചൂസ് ചെയ്യുക. സോ അത് ഗ്രാഫ് ഓഫ് ടിയിലുണ്ടെന്ന് കാണിച്ചാൽ മതി. സോ ഗ്രാഫ് ഓഫ് ടി ക്ലോഷറിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ ക്ലിയർലി ദർ എക്സിസ്റ്റ് എ സീക്വൻസ് എക്സ് എൻ ടി എക്സ് എൻ ഇൻ ഗ്രാഫ് ഓഫ് ടി such that sequence xn txn converges to approaches to ordered pair xy. അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഗ്രാഫ് ഓഫ് ടിയിലുണ്ടായിരിക്കും. ഓക്കെ, ഗ്രാഫ് ഓഫ് ടിയിലെ സീക്വൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എക്സ് എൻ ടി എക്സ് എൻ ഫോം ആയിരിക്കും. സോ ദാറ്റ് അപ്രോച്ചസ് ടു ordered pair xy. ദാറ്റ് ഇംപ്ലൈസ് എക്സ് എൻ അപ്രോച്ചസ് ടു എക്സ്, ടി എക്സ് എൻ അപ്രോച്ചസ് ടു വൈ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ഒരു സീക്വൻസ് ഡൊമൈൻ ഓഫ് ടിയിലെ ഒരു സീക്വൻസ് എക്സിലേക്കും അതിൻ്റെ ഇമേജ് സീക്വൻസ് വൈയിലേക്കും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അസംഷൻ അനുസരിച്ച് എക്സ് എന്ന് പറയുന്ന ഉറപ്പായിട്ട് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടായിരിക്കും, അതേപോലെ തന്നെ വൈ എന്ന് പറയുന്നത് ഈ എക്സിൻ്റെ ഇമേജ് ആയിരിക്കും. അതാണ് നമ്മുടെ അസംഷൻ. സോ ഇവിടെ നമുക്ക് അത്തരത്തിലൊരു സീക്വൻസ് കിട്ടി. എക്സ് എന്ന് പറയുന്ന എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, എക്സ് എൻ ഡൊമൈൻ ഓഫ് ടിയിലുള്ള സീക്വൻസ് ആണ്. അതേപോലെ തന്നെ ടി എക്സ് എൻ വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ബൈ അവർ അസംഷൻ നമുക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടായിരിക്കും, വൈ എന്ന് പറയുന്നത് ടി എക്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സോ ദെർഫോർ ordered pair xy become ordered pair x comma tx. Ordered pair x tx ആണെങ്കിൽ നമുക്ക് ordered pair x tx clearly that belongs to graph of t. So
ദാറ്റ് ഈസ് വി ഗെറ്റ് കോർഡിനേറ്റ് പെയർ എക്സ് വൈ ബിലോങ്സ് ടു ഗ്രാഫ് ഓഫ് ടി. കോർഡിനേറ്റ് പെയർ എക്സ് വൈ എന്ന് പറയുന്നത് ഗ്രാഫ് ഓഫ് ടിയിലുണ്ടെന്ന് കിട്ടി. ദെയർഫോർ graph of t closure subset of graph of t, that implies graph of t closure equal to graph of t, therefore graph of t is closed and that implies t is closed. t closed ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയൻ ആണ്. ക്ലോസ്നെസ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ഒരു ക്രൈറ്റീരിയൻ, വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ കാണുന്ന വൈ ടി എക്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ടി ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കുക, പ്രൂഫ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ next we consider a note. If a linear operator t is bounded and thus t is continuous, linear operator bounded ആണെങ്കിൽ നമ്മൾ കണ്ടാണ് ക്രൈറ്റീരിയൻ കണ്ടീഷൻ if and only condition is for a linear operator t is bounded if and only if it is continuous. അപ്പോൾ സപ്പോസ് t എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്, ബൗണ്ടഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിരിക്കും. ഇഫ് എക്സ് ഈസ് സീക്വൻസ് ഇൻ ഡൊമൈൻ ഓഫ് ടി, സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ ഒരു സീക്വൻസ് ആണ് വിച്ച് കൺവേർജസ് ഇൻ ഡൊമൈൻ ഓഫ് ടി, ദെൻ ദ ഇമേജ് സീക്വൻസ് ടി എക്സ്. സപ്പോസ് എക്സ് എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇമേജ് സീക്വൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ടി കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇമേജ് സീക്വൻസും കൺവേർജൻ. സപ്പോസ് എക്സിന് എക്സിലേക്കാണ് കൺവേർജ് ചെയ്ത് ടി എക്സ് എന്ന് പറയുന്നത് ടി എക്സിലേക്ക് കൺവേർജ് ചെയ്യും. കാരണം ടി ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ ടി കണ്ടിന്യൂസ് ആണ്. സോ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ എക്സിൻ കൺവേർജ് ടു എക്സ് ആണ്, ടി എക്സും ടി എക്സിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സും കൺവേർജൻ ആണെങ്കിൽ അതിന് ഇമേജ് സീക്വൻസ് കൺവേർജൻ ആണെന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ബട്ട് ദിസ് നീഡ് നോട്ട് ഹോൾഡ് ഫോർ എ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ പറയുമ്പോൾ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് കരുതി അതിൻ്റെ ഇമേജ് സീക്വൻസ് കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ കണ്ടീഷൻ പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സിൻ കൺവേർജസ് ടു എക്സും ടി എക്സിൻ കൺവേർജസ് ടു വൈയും ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ കൂടി ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടായിരിക്കും, വൈ ടി എക്സ് ആയിരിക്കും എന്ന് പറയും. അല്ലാതെ എക്സിൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ ഇമേജ് സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയുന്നില്ല. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ വൈ ടി എക്സും ആയിരിക്കുമെന്നാണ് റിസൾട്ട് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഈ സീക്വൻസ് എക്സും കൺവേർജൻ ആണെങ്കിൽ അതിന് ഇമേജ് സീക്വൻസ് ഉറപ്പായിട്ടും ടി എക്സിലേക്ക് കൺവേർജ് ചെയ്യും. എക്സിന് എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്, ടി എക്സും ടി എക്സിലേക്ക് കൺവേർജ് ആയിരിക്കും. കാരണം ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ടി എക്സും ടി എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നത്. പക്ഷേ ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് കരുതി, പക്ഷേ അതിൻ്റെ ഇമേജ് സീക്വൻസ് കൺവേർജൻ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ക്ലിയർ ആണല്ലോ? ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കേസിൽ കണ്ടീഷൻ ഇമേജ് സീക്വൻസ് കൺവേർജൻ്റ് ആകണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, റിസൾട്ട് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്, കൺവേർജനും കൂടെ ആണെങ്കിൽ എന്നാണ് റിസൾട്ട് പറയുക. ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിന് ക്രൈറ്റീരിയൻ പറയുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് നമ്പർ 1. ദെൻ നെക്സ്റ്റ് വി കൺസിഡർ അനദർ നോട്ട്. ഇഫ് T is closed and sequence xn delta in domain of T converges with the same limit if the corresponding sequence image sequence txn and sequence txn delta both converges, then sequence txn and sequence txn delta have the same limit using the above theorem. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ്, T എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. എക്സൻ എന്ന് പറയുന്നത് എക്സൻ ഡെൽറ്റ എന്ന് പറയുന്ന രണ്ടും ഡൊമൈൻ ഓഫ് ടിയിലെ രണ്ട് സീക്വൻസുകളാണ്. സപ്പോസ് എക്സൻ എന്ന് പറയുന്ന സീക്വൻസ് എന്ന് പറയുന്നത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്, എക്സൻ ഡെൽറ്റ എന്ന് പറയുന്നത് സെയിം ലിമിറ്റ് എക്സിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കുക. ക്ലിയർ ആണെങ്കിലും അങ്ങനെയാണെങ്കിൽ റിസൾട്ട് പറയുന്നതാണ് നോട്ട് നമ്പർ 2 പറയുന്നതാണ്, ഇതിൻ്റെ ഇമേജ് സീക്വൻസ് ടി എക്സൻ എന്ന് പറയുന്നു, സീക്വൻസ് ടി എക്സൻ ഡെൽറ്റ എന്ന് പറയുന്നു. ഇമേജ് സീക്വൻസ് ഓഫ് എക്സൻ ടി എക്സൻ, ഇമേജ് സീക്വൻസ് ഓഫ് എക്സൻ ഡെൽറ്റ ദാറ്റ് ഇസ് ടി എക്സൻ ഡെൽറ്റ എന്ന് പറയുന്ന ഈ സീക്വൻസും സെയിം ലിമിറ്റിലേക്കായിരിക്കും കൺവേർജ് ചെയ്യുക. അതാണ് റിസൾട്ട് പറയുക. റീസൺ ക്ലിയർ ആയോ? കാരണം ഇതാണ്, ടി ക്ലോസ്ഡ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. എക്സൻ എന്ന് പറയുന്നത് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ടി എക്സൻ എന്ന് പറയുന്നത് സപ്പോസ് y1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കുക. സപ്പോസ് ടി എക്സൻ കൺവേർജസ് ടു y1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നിരിക്കുന്ന കണ്ടീഷനാണ് ടി ക്ലോസ്ഡ് ആണ്, സീക്വൻസ് എക്സൻ ഡൊമൈൻ ഓഫ് ടിയിലെ സീക്വൻസ് ആണ്, എക്സൻ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇമേജ് സീക്വൻസ് ടി എക്സൻ y1ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ക്രൈറ്റീരിയം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ക്രൈറ്റീരിയം വെച്ചുകൊണ്ട് നമുക്ക് പറയാം എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ ഈ y1 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ടി എക്സിനോട് ഈക്വൽ ആയിരിക്കും. ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ക്രൈറ്റീരിയം വെച്ച് ടി ക്ലോസ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും കിട്ടി.
ഇനി അതേപോലെ തന്നെ എക്സ് ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ മറ്റൊരു സീക്വൻസ് ആണ്. എക്സ് ആൻഡ് ഡെൽറ്റ എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. സപ്പോസ് ടി എക്സ് ആൻഡ് ഡെൽറ്റ എന്ന് പറയുന്നത് y2ലേക്കാണ് കൺവേർജ് ചെയ്യുന്നത് വിചാരിക്കുക. സോ അഗെയിൻ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ക്രൈറ്റീരിയൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാം ഈ എക്സ് എന്ന് പറയുന്ന ഇവിടെ ഉണ്ടായിരിക്കും, ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ y2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, ടി എക്സിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? y2 എന്ന് പറയുന്നത് ടി എക്സിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, y1 ടി എക്സിനോട് ഈക്വൽ ആണെന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, y2 ടി എക്സിനോട് ഈക്വൽ ആണ്. ദെർഫോർ നമുക്ക് എന്ത് പറയാം, y1 y2 എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. സോ ഈ സീക്വൻസ് എക്സനും സീക്വൻസ് എക്സൻ ഡെൽറ്റയും സെയിം ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നാണ് പറയുന്നത്. ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എങ്ങോട്ടേ കൺവേർജ് ചെയ്യത്തുള്ളൂ, സെയിം പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യത്തുള്ളൂ. റീസൺ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇമേജ് സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ എന്നാണ് പറയുന്നത് കേട്ടോ. കൺവേർജൻ്റ് ആണെങ്കിൽ അതും എങ്ങോട്ടേ കൺവേർജ് ചെയ്യത്തുള്ളൂ, സെയിം പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് കൺസിഡർ റിസൾട്ട്. Closedness need not imply boundedness of a linear operator. Closedness need not imply boundedness of a linear operator. അതായത് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ബൗണ്ടഡ് ആവണം നിർബന്ധമില്ല. അതേപോലെ തന്നെ കോൺവേഴ്സ്ലി ബൗണ്ടഡ്നെസ് ഡസ് നോട്ട് ഇംപ്ലൈ ക്ലോസ്ഡ്നെസ്. വളരെ പ്രധാനപ്പെട്ടൊരു റിസൾട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ രണ്ട് കൗണ്ടർ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. ഫസ്റ്റ് കൺസിഡർ ദ കേസ് ക്ലോസ്ഡ്നെസ് നീഡ് നോട്ട് ഇംപ്ലൈ ബൗണ്ടഡ്നെസ്. ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ എല്ലാം ബൗണ്ടഡ് ആവണം നിർബന്ധമില്ല. For example, we consider x is equal to C01, that is set of all continuous real valued functions defined on closed interval 0, and we define a mapping T from domain of T subset of x to x such that Tx of T is equal to x prime of T or derivative of x. Differentiation operator ആണ് ഡിഫൈൻ ചെയ്ത് T എന്ന് പറയുന്നത്. ഓക്കെ, മാപ്പിംഗ് ഡിഫൈൻ ചെയ്ത് ക്ലിയർ ആണ്. വേർ domain of T is the subspace of functions x in capital X, function small x in capital X. Domain of T is the subspace of functions small x in the space capital X which has continuous derivative. So domain of T എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഉള്ള C01ലെ എലമെൻസുകളുടെ കളക്ഷനാണ് ഡൊമൈൻ ഓഫ് ടി എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ഡെറിവേറ്റീവ്സ് ഉള്ള C01ലെ എലമെൻസുകളുടെ ഫംഗ്ഷൻസുകളുടെ കളക്ഷനാണ്. കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉള്ള C01ലെ ഫംഗ്ഷൻസുകളുടെ അല്ലെ എക്സ് ഫംഗ്ഷൻസുകളുടെ കളക്ഷനാണ് ഡൊമൈൻ ഓഫ് ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻസ് മാത്രമേ നമ്മൾ ഡൊമൈൻ ഓഫ് ടി കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ക്ലിയർലി ടി ഈസ് ലീനിയർ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ ടി ലീനിയർ ആണ്. ബട്ട് ടി ഈസ് അൺബൗണ്ടഡ്. ലീനിയാരിറ്റി കണ്ടീഷൻ നമുക്ക് വെരിഫൈ ചെയ്യാം. വി ചൂസ് 2 element x and y belongs to domain of T. Then T of alpha x plus beta y of T എടുക്കുമ്പോൾ we get that is equal to alpha tx plus beta ty. So T of alpha x plus beta y എന്ന് പറയുന്നത് alpha tx plus beta ty എന്ന് കിട്ടും. Therefore T is linear. Then T is unbounded. നേരത്തെ നമ്മൾ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്ററിൻ്റെ കേസ് അൺബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ പഠിക്കുന്നുണ്ട്. അവിടെ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മളുടെയും അൺബൗണ്ടഡ് ആണെന്ന് പറയാൻ റീസൺ നമ്മൾ പറയുന്നത് കൺസിഡർ എക്സൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി റേസ് ടു എൻ. വി കൺസിഡർ എക്സൻ ഈക്വൽ ടു ടി റേസ് ടു എൻ where T belongs to closed interval 0 an element of n. Then we consider norm Txn, that is equal to norm xn of T, which is equal to norm xn is T raised to n. So we define Txn is xn prime is n into T raised to n minus 1. So that is equal to norm n into T raised to n minus 1. That is C01ലെ norm നമുക്കറിയാം maximum mod x of T ആണ്. if x element of C01 then norm x is maximum mod x of T ആണ് C01ലെ norm നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. So that is equal to maximum T element of closed interval 01 modulus of n into T raised to n minus 1, that is equal to n. Then consider norm xn. Norm xn is equal to norm T raised to n, that is equal to maximum mod T raised to n where T belongs to closed interval 01. So that is equal to 1. So consider norm Txn by norm xn, which is equal to n by 1, which is equal to n. And n element of n, since n element of n is an arbitrary number, shows that there is no fixed number c such that norm Txn by norm xn less than or equal to c. ഇത്തരത്തിലൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ, ഒരു ഫിക്സഡ് നമ്പർ c നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം n എന്ന് പറയുന്നത് ഒരു ആർബിട്രറി നമ്പർ ആയതുകൊണ്ട് തന്നെ we cannot find a c satisfying this condition.
അപ്പം ബൗണ്ട്നെസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് സി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ടി എന്ന് പറയുന്നത് അൺബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ അൺബൗണ്ടഡ് ആണ്. സോ ടി ഈസ് ആൻ അൺബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. സോ നെക്സ്റ്റ് ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ അൺബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞതാണ്. നെക്സ്റ്റ് വി നീഡ് ടു പ്രൂവ് ദാറ്റ് ടി ഈസ് ക്ലോസ്ഡ്. സപ്പോസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് where xn belongs to domain of t and txn is equal to xn prime derivative that approaches to y. നമുക്ക് കാണിക്കേണ്ടത് ക്രൈറ്റീരിയൻ വെച്ചുകൊണ്ട് നമുക്ക് കാണിക്കേണ്ടത് എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്ന് കാണിക്കണം, ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്ന് കാണിക്കണം, y ഈക്വൽ ടു ടി എക്സ് എന്ന് കാണിക്കണം. സോ കൺസിഡർ ഇൻറ്റഗ്രൽ 0 to t y of tau d tau that is equal to integral 0 to t limit n tends to infinity xn prime of tau d tau that is equal to limit n tends to infinity integral 0 to t xn prime of tau d tau that is equal to limit n tends to infinity xn of tau integral limit varies from 0 to t, limit varies from 0 to t, that is equal to limit n tends to infinity xn of t minus xn of 0 that is equal to since xn converges to x, that limiting value become x of t minus x of 0 and x of 0 is a constant, so x of t become x of 0 plus integral 0 to t y of tau d tau, x of 0 equal to c, a constant. Therefore x prime of t, if we take the derivative, then we get x prime of t equal to y, and by definition x prime of t, that is our tx is x prime of t by the definition, so we get tx of t is equal to y, tx of t is equal to y. So second condition നമുക്ക് കിട്ടി, y equal to tx ഉള്ള കണ്ടീഷൻ കിട്ടി. ഇനി എന്തോ കാണിക്കണം, x ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്ന് കാണിക്കണം. ഓക്കെ, ടി ലീനിയർ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി. ഓക്കെ, സോ ഇവിടെ since convergence on C01 is uniform, C01 convergence uniform convergence ആയതുകൊണ്ട് തന്നെ and sequence x and prime എന്ന് പറയുന്നത് is a sequence of continuous functions which converges to y. അപ്പം യൂണിഫോം കൺവേർജൻസിൻ്റെ കേസിൽ നമുക്കറിയാം ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും യൂണിഫോം കൺവേർജൻസിൻ്റെ കേസിൽ. ഇവിടെ C01 കൺവേർജൻസ് ആയതുകൊണ്ട് തന്നെ അത് യൂണിഫോം കൺവേർജൻസ് ആണ്. സീക്വൻസ് എക്സ് ആൻഡ് ഡാഷ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്, അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റാണ് y. അതുകൊണ്ട് തന്നെ യൂണിഫോം കൺവേർജൻസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും, ദാറ്റ് ഇസ് y കണ്ടിന്യൂസ് ആണ്. ഇപ്പം നമുക്ക് ഇവിടെ കിട്ടി എക്സ് പ്രൈം ഓഫ് ടി ഈക്വൽ ടു y എന്ന് കിട്ടി. അതായത് എക്സ് എന്ന് പറയുന്ന ഡൊമൈൻ ഓഫ് ടിയിലെ ഒരു സീക്വൻസ് ആണ്. എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് y കിട്ടുന്നുണ്ട്, എക്സ് പ്രൈം ഓഫ് ടി ഈക്വൽ ടു y എന്ന് കിട്ടി. ദാറ്റ് മീൻസ് y ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അതാണ് നമുക്ക് എക്സ് പ്രൈം ഓഫ് ടി ഈക്വൽ ടു y. ദാറ്റ് മീൻസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, എക്സ് പ്രൈം ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. നമ്മുടെ ഡൊമൈൻ ഓഫ് ടിയിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസ് എങ്ങനെയുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഡൊമൈൻ ഓഫ് ടിയിൽ എടുത്തിട്ടുള്ളൂ, കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് ഡൊമൈൻ ഓഫ് ടിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള C01 എലമെൻറ്റ്സ് മാത്രമേ നമ്മൾ ഡൊമൈൻ ഓഫ് ടിയിൽ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എനിക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ y കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ. നമുക്ക് രണ്ട് കാര്യങ്ങളും കിട്ടി, y എന്ന് പറയുന്നത് ടി എക്സ് ആണെന്ന് കിട്ടി, അതേപോലെ തന്നെ എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടെന്നും കിട്ടി. അതുകൊണ്ട് തന്നെ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമുക്ക് പറയാം ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. പക്ഷേ ടി എന്തല്ല, ടി ബൗണ്ടഡ് അല്ല, പക്ഷേ ടി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ടി ബൗണ്ടഡ് അല്ല, ടി ക്ലോസ്ഡ് ആണെന്നുള്ളതിന് ഒരു കൗണ്ടർ എക്സാമ്പിൾ നമുക്ക് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ടി ഈസ് നോട്ട് ബൗണ്ടഡ്. ഡൊമൈൻ ഓഫ് ടി ഈസ് നോട്ട് ക്ലോസ്ഡ് ഇൻ എക്സ് സിൻസ് ടി ഈസ് അൺബൗണ്ടഡ്. നെക്സ്റ്റ് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബൗണ്ടഡ്നെസ് ഡസ് നോട്ട് ഇംപ്ലൈ ക്ലോസ്ഡ്നെസ്. ബൗണ്ടഡ്നെസ് ഡസ് നോട്ട് ഇംപ്ലൈ ക്ലോസ്ഡ്നെസ്. നമ്മൾ ഈ നോട്ട് പറഞ്ഞിരിക്കുന്ന ക്ലോസ്ഡ് ഗ്രാഫ് തിയറം യൂസ് ചെയ്തുകൊണ്ടാണ്. ഡൊമൈൻ ഓഫ് ടി ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ ടി ബൗണ്ടഡ് ആയനെ, അതായിരുന്നു ക്ലോസ്ഡ് ഗ്രാഫ് തിയറം പറയുന്നത്. ഇവിടെ ഡൊമൈൻ ഓഫ് ടി ക്ലോസ്ഡ് അല്ല, ടി അൺബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഡൊമൈൻ ഓഫ് ടി എന്താകത്തില്ല, ക്ലോസ്ഡ് ആകത്തില്ല. ക്ലോസ്ഡ് ഗ്രാഫ് തിയറം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ നോട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് കാണിക്കുന്നത് ബൗണ്ടഡ്നെസ് ഡസ് നോട്ട് ഇംപ്ലൈ ക്ലോസ്ഡ്നെസ്. കൺസിഡർ ദ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ടി ഫ്രം ഡൊമൈൻ ഓഫ് ടി subset of x to domain of t. Identity operator ആണ് domain of t യിലേക്കാണ്. where domain of t is a proper dense subspace of the normal space x. proper subspace ആണ്, that is x equal to domain of t closure ആണ്, പ്രോപ്പർ ആണ്. സോ ക്ലിയർലി ടി എന്ന് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ ടി എന്ന് പറയുന്നത് ലീനിയറും ബൗണ്ടഡുമാണ് നമുക്കറിയാം. So choose an element of x minus domain of t, that is x belongs to x, x does not belongs to domain of t. Okay, that implies x belongs to
എക്സ് എലമെൻറ്റ് ഓഫ് എക്സ് ക്യാപിറ്റൽ എക്സ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ഡൊമൈൻ ഓഫ് ടി ക്ലോഷർ ആണ്. അതുകൊണ്ട് തന്നെ എക്സ് എന്ന് പറയുന്നത് സ്മോൾ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടി ക്ലോഷറിലെ എലമെൻ്റ് ആണ്. ബട്ട് എക്സ് എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി ആണ്. എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി. ഡൊമൈൻ ഓഫ് ടി ക്ലോഷറിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ there exists a sequence xn in domain of t such that xn converges to x. xn converges to x. ക്ലിയർ ആണല്ലോ. ഇവിടെ ടി കണ്ടിന്യൂസ് ആണ്, കാരണം ടി ബൗണ്ടഡും ലീനിയറും ആയതുകൊണ്ട് തന്നെ ടി കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ എക്സൻ കൺവേർസ് ടു എക്സ് ആയതുകൊണ്ട് തന്നെ എക്സൻ കൺവേർസ് ടു എക്സും ടി കണ്ടിന്യൂസും ആയതുകൊണ്ട് തന്നെ ടി എക്സൻ എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെ കൺവേർസ് ചെയ്യും, ടി എക്സൻ എന്ന് പറയുന്നത് ടി എക്സിലേക്ക് കൺവേർസ് ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടി. എക്സൻ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ ഒരു സീക്വൻസ് ആണ്, എക്സൻ എക്സിലേക്ക് കൺവേർസ് ചെയ്യുന്നുണ്ട്. ടി കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ടി എക്സൻ ടി എക്സിലേക്ക് കൺവേർസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. ടി എക്സൻ ടി എക്സിലേക്ക് കൺവേർസ് ചെയ്യുന്നുണ്ട്. ഇനി ടി എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ എലമെൻ്റ് അല്ലെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി ആണ്. നമ്മുടെ ക്രൈറ്റീരിയൻ അനുസരിച്ച് എക്സൻ എന്ന് പറയുന്ന സീക്വൻസ് ഡൊമൈൻ ഓഫ് ടിയിലൊരു സീക്വൻസ് എക്സിലേക്ക് കൺവേർസ് ചെയ്യും, അതിൻ്റെ ഇമേജ് സീക്വൻസ് ടി എക്സിലേക്ക് കൺവേർസ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുമുണ്ട്. ഇവിടെ ഇമേജ് സീക്വൻസ് ടി എക്സിലേക്ക് കൺവേർസ് ചെയ്യുന്നുണ്ട്, ഇമേജ് സീക്വൻസും കൺവേർജൻ്റ് ആണ്, കാരണം ടി കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇമേജ് സീക്വൻസ് കൺവേർസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ക്രൈറ്റീരിയൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇമേജ് സീക്വൻസും ഇവിടെ രണ്ട് കണ്ടീഷനുമുണ്ട്, ഇമേജ് സീക്വൻസ് കൺവേർജൻ ആണ്. അത് പക്ഷേ അങ്ങനെയാണെങ്കിൽ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടായിരിക്കണം. ഇമേജ് സീക്വൻസ് ടി എക്സ് ആയിരിക്കണം. അതിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്, ഇമേജ് സീക്വൻസ് ടി എക്സ് ആണെന്ന് കിട്ടുന്നുണ്ട്, കാരണം ടി എക്സിലേക്കാണ് കൺവേർസ് ചെയ്യുന്നത് കിട്ടുന്നുണ്ട്. സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് കിട്ടുന്നുണ്ട് y ഈക്വൽ ടി എക്സ്, അല്ലെങ്കിൽ ഇമേജ് സീക്വൻസ് ടി എക്സ് ആണെന്നാണ് കിട്ടുന്നത്. കൺവേർസ് ചെയ്യുന്ന സീക്വൻസ് ഇമേജ് സീക്വൻസ് കൺവേർസ് ചെയ്യുന്നത് ടി എക്സിലേക്കാണെന്നുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ നമുക്ക് വേണ്ടത് ഈ എക്സ് എവിടെ ഉണ്ടായിരിക്കണം? ഡൊമൈൻ ഓഫ് ടിയിൽ എലമെൻ്റ് ആയിരിക്കും. പക്ഷേ ഓൾറെഡി നമുക്ക് പറയുന്നുണ്ട് എക്സ് എവിടുത്തെ എലമെൻ്റ് അല്ല, ഡൊമൈൻ ഓഫ് ടിയിൽ എലമെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ ആൻഡ് ഓൺലി കണ്ടീഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ടി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ അല്ല. ടി ഈസ് നോട്ട് ക്ലോസ്ഡ് യൂസിങ് ദ ക്രൈറ്റീരിയൻ ഓഫ് ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റർ. ക്ലിയർ ആണല്ലോ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് പറയാം ആ ടി ക്ലോസ്ഡ് അല്ലെന്ന് പറയാം. റീസൺ ക്ലിയർ ആയെന്ന് വിചാരിക്കും. സോ അതൊരു കൗണ്ടർ എക്സാമ്പിൾ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലോസ്ഡ്നെസ് ഡി നോട്ട് ഇംപ്ലൈ ബൗണ്ടഡ്നെസ്, അതേപോലെ തന്നെ ബൗണ്ടഡ്നെസ് ഡി നോട്ട് ഇംപ്ലൈ ക്ലോസ്ഡ്നെസ് പലതവണ ചോദിച്ചിട്ടുള്ള കേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എക്സാമ്പിൾസ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക. സോ നെക്സ്റ്റ് കൺസിഡർ ലെമ്മ ക്ലോസ്ഡ് ഓപ്പറേറ്റർ. Let E from domain of T to Y be a bounded linear operator with the domain of T is subset of X, where X and Y are normal spaces. Then if domain of T is closed in X, then T is closed. If T is closed and Y is complete, then domain of T is closed subset of X. First part, if domain of T is closed, then T is closed. So തന്നിരിക്കുന്ന അനുസരിച്ച് ഡൊമൈൻ ഓഫ് ടി ഈസ് ക്ലോസ്ഡ് ഇൻ എക്സ്, ദാറ്റ് ഈസ് ഡൊമൈൻ ഓഫ് ടി ഈക്വൽ ടു ഡൊമൈൻ ഓഫ് ടി ക്ലോഷർ. നമുക്ക് കാണിക്കേണ്ടത് ടി ക്ലോസ്ഡ് ആണെന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ കണ്ടീഷൻ യൂസ് ചെയ്യുക. സപ്പോസ് എക്സൻ കൺവേർസ് ടു എക്സ് വേർ എക്സൻ ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി ആൻഡ് ടി എക്സൻ എന്ന് പറയുന്നത് വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് കാണിക്കേണ്ടത് എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്ന് കാണിക്കണം, വൈ ഈക്വൽ ടു ടി എക്സ് ആണെന്ന് കാണിക്കണം. ക്ലോസ്ഡ്നെസ് ക്രൈറ്റീരിയനായി യൂസ് ചെയ്യുക ടി ക്ലോസ്ഡ് ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ദെർഫോർ എക്സ് എന്ന് പറയുന്നത് എക്സൻ ഡൊമൈൻ ഓഫ് ടിയിൽ ഒരു സീക്വൻസ് ആയതുകൊണ്ട് തന്നെ അത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റായ എക്സ് ഡൊമൈൻ ഓഫ് ടി ക്ലോഷറിലുണ്ടായിരിക്കും. ബട്ട് ഡൊമൈൻ ഓഫ് ടി ക്ലോസർ ആയതുകൊണ്ട് ഡൊമൈൻ ഓഫ് ടി ക്ലോഷർ എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടി ഈക്വൽ ആണ്. സോ വി ഗെറ്റ് എക്സ് ബിലോങ്സ് ടു ഡൊമൈൻ ഓഫ് ടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ കിട്ടി, എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്ന് കിട്ടി. ഇനി സിൻസ് ടി ഈസ് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ, ബൗണ്ടഡ് ലീനിയർ ടി എന്ന് പറയുന്നത് ഓൾറെഡി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ എല്ലാം കണ്ടിന്യൂസ് ആണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എക്സൻ കൺവേർസ് ടു എക്സ് ആണെങ്കിൽ ടി എക്സിന് എങ്ങോട്ട് തന്നെ കൺവേർജ് ചെയ്യും, ടി എക്സിലേക്ക് കൺവേർജ് ചെയ്യും. സിൻസ് ടി ഈസ് കണ്ടിന്യൂസ് ടി എക്സൻ കൺവേർസ് ടു ടി എക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഇമേജ് സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്? എക്സിൻ്റെ ഇമേജിലേക്കാണ്, ടി എക്സിലേക്കാണ് ഇമേജ് സീക്വൻസ് കൺവേർജ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ എന്ന് പറയുന്ന ഇവിടെ ടി എക്സ് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി, എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടെന്നും കിട്ടി, വൈ ഈക്വൽ ടു ടി എക്സ് ആണെന്ന് കിട്ടി. ദെർഫോർ യൂസിങ് ദ ക്ലോസ്ഡ്നെസ് ക്രൈറ്റീരിയൻ നമുക്ക് എന്ത് പറയാം? ടി ക്ലോസ്ഡ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട്, അവിടെ ടി ക്ലോസ്ഡ് ആണ്, വൈ കംപ്ലീറ്റും ആണെങ്കിൽ ഡൊമൈൻ ഓഫ് ടി ക്ലോസ്ഡ് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത് സെക്കൻഡ് പാർട്ടിൽ. ഓക്കെ, to prove domain of T is closed, it is enough to prove that domain of T equal to domain of T closure. Always domain of T is subset of domain of T closure. So it is enough to prove that domain of T closure is subset of domain of T. So for this, let X element of domain of T closure. Then there exists a sequence Xn in domain of T such that Xn converges to X. And consider norm Txn minus Txm, that is equal to norm T of Xn minus Xm, since T is linear. And since T is bounded, which is less than or equal to norm T into norm Xn minus Xm. And Xn converges to XR. അപ്പോൾ കൺവേർജൻസിനെ കുറിച്ച് എല്ലാം ഗോഷിയാണെന്നറിയാം.
ദാറ്റ് മീൻസ് സീക്വൻസ് എക്സ് എന്ന് പറയുന്നത് കോഷി സീക്വൻസ് ആണ്. എക്സ് എൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് തന്നെ നോം എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണ്, ആസ് എൻ എം ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദ റൈറ്റ് സൈഡ്, ആ നോം ടി ഒരു ഫൈനൈറ്റ് നമ്പറുമാണ്, അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടെൻസ് ടു 0 ആണ്, ആസ് എൻ എം ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ norm at txn minus txn tends to 0 as nm tends to infinity. Therefore, sequence txn is a Cauchy sequence in y. Is a Cauchy sequence in y. But y is complete. That means അതിലുള്ള എല്ലാ Cauchy sequences അതിൽ തന്നെ കൺവേർജൻ്റ് ആയിരിക്കും. Therefore, sequence txn എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. Converges to an element y belongs to capital Y. So we get xn belongs to x. xn എന്ന് പറയുന്നത് x ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. xn എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ ഒരു സീക്വൻസ് ആണ്. txn എന്ന് പറയുന്നത് y ലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എക്സ് ഡൊമൈൻ ഓഫ് ടിയിലുണ്ടായിരിക്കും, വൈ എന്ന് പറയുന്നത് ടി എക്സ് ആയിരിക്കും. റീസൺ ക്ലിയർ ആണല്ലോ. ഇവിടെ ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ ക്ലോസ്ഡ് ലീനിയർ ഓപ്പറേറ്റിംഗ് ക്രൈറ്റീരിയൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് എക്സ് എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കണം, അതിൻ്റെ ഇമേജ് സീക്വൻസും കൺവേർജൻ്റ് ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രൈറ്റീരിയൻ അപ്ലൈ ചെയ്തുള്ളൂ. ഇവിടെ വൈ കംപ്ലീറ്റ് ആണെന്നുള്ള കണ്ടീഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, ടി എക്സിനും കൺവേർജൻ്റ് ആണ്, കൺവേർജസ് ടു വൈ ആണെന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മളവിടെ കംപ്ലീറ്റ്നെസ് കണ്ടീഷൻ യൂസ് ചെയ്തതിന് റീസൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സെക്കൻഡ് ഇമേജ് സീക്വൻസ് കൺവേർജൻ്റ് ആണെന്നുള്ള കണ്ടീഷനിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്, അതായത് ഈ ഒരു കണ്ടീഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വൈ കംപ്ലീറ്റ് ആണെന്നുള്ള റീസൺ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ക്ലോസ്ഡ്നെസ് കണ്ടീഷൻ ക്രൈറ്റീരിയൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വൈ കംപ്ലീറ്റ് ആണെന്നുള്ള കണ്ടീഷൻ നമ്മളോട് യൂസ് ചെയ്ത് ടി എക്സും കൺവേർജസ് ടു വൈ എന്ന് എത്തിയത്. ഇപ്പോൾ രണ്ടും കിട്ടി, ടി ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ടി ക്ലോസ്ഡ് ആണ്, ഈ രണ്ട് കണ്ടീഷനും അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ ഓഫ് ടിയിലെ എലമെൻ്റ് ആണ്, വൈ ഈക്വൽ ടി എക്സ് ആണ്. നമുക്ക് വേണ്ടത് എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടെന്ന് മാത്രം മതിയായിരുന്നു. പക്ഷേ ആ കണ്ടീഷൻ അവിടെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും വേണമായിരുന്നു. ഇമേജ് സീക്വൻസ് കൺവേർജൻ ആണെന്ന് വേണമായിരുന്നു. ഇപ്പോൾ എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ എക്സ് ഓൾറെഡി നമ്മൾ ഡൊമൈൻ ഓഫ് ടി ക്ലോഷറിലാണ് ചൂസ് ചെയ്തത്. സോ എക്സ് ഡൊമൈൻ ഓഫ് ടിയിൽ ഉണ്ടെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഡൊമൈൻ ഓഫ് ടി ക്ലോഷർ സബ്സെറ്റ് ഓഫ് ഡൊമൈൻ ഓഫ് ടി. അപ്പോൾ ഡൊമൈൻ ഓഫ് ടി ഈക്വൽ ടു ഡൊമൈൻ ഓഫ് ടി ക്ലോഷർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ.